ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? അലോവേരയുടെ പൂ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം, നോക്കിയേ. സോ പ്രിറ്റി അല്ലേ? എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു നമ്മുടെ അലോവേര പൂക്കുന്നത്. നമുക്ക് എന്നെക്കാൾ പൊക്കമുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇതാ ഇതാ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി നോക്കിയേ, ആരും വളർത്താതെ അത് വലിഞ്ഞ് കയറി പോവുക. ഇന്നലെ രാത്രി കുറേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കൾ വിടർന്നായിരുന്നു. നമ്മുടെ നിശാഗന്ധി പോലെയാണ്. എന്തും മണമായിരുന്നെന്നോ. ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്, അങ്ങനെ ഒരു 6-7 എണ്ണം ഞങ്ങളുടെ നെയ്ബറിൻ്റെ കാണുന്നുണ്ടാ അവിടെയും പൂത്തായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി എന്തോ അമ്മ പറഞ്ഞു, രാത്രി 12 o'clock ശേഷം നമുക്ക് എന്തോ സംഭവം ആകാശത്ത് കാണാൻ പറ്റും, മീറ്റിയോറോ എന്തോ കാണാൻ പറ്റും എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് 12 കഴിഞ്ഞപ്പോഴും ഞാനൊക്കെ ഇവിടെ ഇറങ്ങി വന്നു. ഞാനും അമ്മയും കൂടെ ഒന്നിങ്ങനെ മേലോട്ടൊക്കെ നോക്കി നിന്നു. പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടോ. ഒന്നും കണ്ടില്ല, ഒരു വിളക്കും കണ്ടില്ല, ഒരു പുകയും കണ്ടില്ല. ഇനി വന്നോ നമ്മൾ കാണാത്തതാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്നലെ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ അയ്യോ എന്ത് മണം! ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവിന് ഉഗ്രം മണമാണ്. യൂഷ്വലി നമ്മളൊരു 12 മണി സമയത്തൊന്നും ഇറങ്ങി വരാറില്ലല്ലോ ഇവിടെയൊന്നും. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഒരു മണം രക്ഷയില്ലാത്ത മണം. ഇറ്റ് സോ നൈസ്. ആൻഡ് ആ ഒരു പൂവിൽ നിന്നാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് ഇങ്ങനെ ആകുന്നതെന്ന് വെക്കുമ്പോഴേ ലൈക്ക് ഇമാജിൻ ചെയ്യാം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര ഒരു ഗ്രേറ്റ് ക്രിയേഷനാണ്. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ പാളയം മാർക്കറ്റിൻ്റെ അവിടെ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ആ ഷോപ്പ് എവിടെയാണെന്ന്. പാളയം മാർക്കറ്റിനുള്ളിൽ കയറി നമ്മളിങ്ങനെ മെയിൻ ഇതുണ്ടല്ലോ, ഈ കൊണ്ടിമാറ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അത് നേരെ കയറിയിട്ട് റൈറ്റ് ടേൺ ചെയ്തിട്ട് നേരെ സ്ട്രെയിറ്റ് പോകുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ഷോപ്പാണ് ഞാൻ പോകുന്ന ഷോപ്പ്. പക്ഷേ ഇവർ എല്ലാവരും കണക്റ്റഡാണ്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ള പല കടകളും ഇവരുടെ തന്നെയാണ്. മെയിൻലി അങ്ങനെയാണ്. ഞാൻ പോകുന്ന കടയുടെ പേര് അൽഫ എന്നാണെന്നാണ് തോന്നുന്നത്. പലപ്പോഴും ഞാൻ കടയുടെ പേരൊന്നും അവിടെ ശ്രദ്ധിക്കാറില്ല. വി ജസ്റ്റ് വാക്ക്, ഒരു സ്പോട്ട് എത്തുമ്പോൾ നിൽക്കും, അവിടെ നിന്ന് വായിക്കും, മുഖപരിചയമുള്ള ആൾക്കാർ കാണും, അവരിൽ നിന്ന് വായിക്കും. അങ്ങനെയാണ് ഞാൻ കടയുടെ പേര് ഇതുവരെ നോക്കിയിട്ടുമില്ല. അവർ തരുന്ന കവറിൽ പണ്ടൊക്കെ മറ്റേ പ്ലാസ്റ്റിക് കവേഴ്സ് അലൗഡ് ആയിരുന്ന കാലത്തൊക്കെ കടയുടെ എന്തോ പേരൊക്കെ കവറിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനത്തെ പേരുള്ള കവർ ആരും തരാറില്ലല്ലോ. അപ്പോൾ പിന്നെ അതുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. ടുഡേ ഈസ് എ സൺഡേ. ഇറ്റ്സ് എ വെരി ബ്രൈറ്റ് നൈസ് സൺഡേ. ഇന്നും എനിക്ക് ഡ്രൈവർ ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഫസ്റ്റ് ചെയ്ത പണിയാണ് കാറെല്ലാം കഴുകി. 3 കാറ് കഴുകി. ബാക്ക് കാർ ഷെഡിൽ കിടക്കുന്നത് കഴുകില്ല. 3 കാറ്, ഓസിക്ക് വെളിയിൽ പോകാനുള്ളതും ഇഷാനിക്ക് പോകാനുള്ളതും അമ്മൂന് പോകാനുള്ളതുമായിട്ടുള്ള 3 കാറ് അടിപൊളിയായിട്ട് രാവിലെ കഴുകി. ആൻഡ് ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണകത്ത് ചാർജിലിട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗാർഡനിൽ വെള്ളം ഒഴിച്ചു, കുറച്ച് അങ്ങനത്തെ പണികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ബാൽക്കണിയിൽ വെള്ളം ഒഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയായിരുന്നു. ഇന്നലെ രാത്രി ഇഷാനിക്ക് കഴിക്കാനായിട്ട് കടല വെച്ചിട്ട് ചുണ്ടൽ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളാക്കും, തമിഴിൽ സുണ്ടൽ എന്ന് പറയും ആ സാധനം, അതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ബാക്കി വന്നു. അങ്ങനെ അത് കുറച്ച് കഴിച്ചു. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൻസുവിന് ഗീ റൈസ് തന്നെ കൂടെ വേണം എന്ന് പറഞ്ഞു. എനിക്ക് ഗീ റൈസ് പ്ലാനില്ല, കാരണം ഐ തിങ്ക് അമ്മു ലഞ്ച് കഴിക്കാൻ പുറത്ത് പോകുന്നുണ്ട് അമ്മുവിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. ആൻഡ് ഇഷാനി കീനുവയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചു നീ വെറുതെ എന്തിനാണ് ഗീ റൈസ്. പക്ഷേ ഹൻസുവിന് ഗീ റൈസ് കഴിക്കാൻ കൊതിയാവുന്നു, അമ്മ എനിക്ക് ഗീ റൈസ് വേണം എന്ന്. അപ്പോൾ എന്തായാലും ഒരു ഇച്ചിരി ഗീ റൈസും ആക്കുന്നു, ഇച്ചിരി ചിക്കൻ കറി ആക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ കട്ട് കോപ്പി പേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. പക്ഷെ ഓരോ പ്രാവശ്യം ആക്കുമ്പോഴും എന്തെങ്കിലും ഒരു ഇച്ചിരി വ്യത്യാസം കാണും കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം മറ്റേ ജയിലർ എന്ന് പറയുന്ന സിനിമ കാണാൻ പോകും. നിങ്ങളൊക്കെ കണ്ടോ? നല്ല അഭിപ്രായമാണ് ആ സിനിമയ്ക്ക്. ഓസി കണ്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. രജനീകാന്തിൻ്റെയൊക്കെ സിനിമ വരുമ്പോൾ ഇതുപോലത്തെ മാസ് പടങ്ങളൊക്കെ കാണാൻ എനിക്കും ഇഷ്ടം. കുറച്ച് നല്ലതാണ്, വളരെ മോശം എന്ന് കേട്ടെങ്കിൽ പോകത്തില്ല. ഒരു ഇച്ചിരി ഓക്കെയാണ്, നല്ലതാണെങ്കിൽ എനിക്ക് ആ ഒരു സിനിമാറ്റിക് സിനിമകളുണ്ടല്ലോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്. റിയലി എൻജോയ് അങ്ങനത്തെ പടങ്ങൾ. സോ വൈകുന്നേരത്തെ ഏതോ ഷോയ്ക്കാണ് അമ്മു ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അമ്മുവും ഞാനും ഹൻസും പോകണം. ഇഷാനി വരുന്നില്ല, കാരണം ഇഷാനിക്ക് ദേവനിധിയൊക്കെ ഇന്നലെ അവർക്ക് സ്കൂളിൽ അവരുടെ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഡാൻസൊക്കെ കളിക്കാൻ ദേവനിധി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ദേവനിധിയും ഗ്യാങ്ങുമായിട്ട് ഇഷാനിയൊക്കെ എവിടെയോ ഫ്രണ്ട്സ് ഗ്യാങ്ങുമായിട്ട് കറങ്ങാൻ പോവാം.
ഇഷാനി പിന്നെ കണ്ടോളാന്ന് പറഞ്ഞു. അല്ല, എനിക്കൊന്ന് ഇഷാനി ഇങ്ങനെ തമിഴ് സിനിമകളുടെ ഒരു വലിയ ഫാനല്ല. ബട്ട് ഞാൻ ഫാനാണ് തമിഴ് സിനിമ. തമിഴെന്നല്ല, ഇങ്ങനെ ഭയങ്കര ഹിറ്റാവുന്ന അങ്ങനത്തെയൊക്കെ സിനിമകളിലേക്ക് ഞാനൊരു ഫാനാണ്. എനിക്കിഷ്ടം അതൊക്കെ പോയി കാണാനും ആ ഒരു ഫീൽ, ആ തിയേറ്ററിൽ ആ ഒരു ആൾക്കാർ ബഹളവും കയ്യടിയും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എൻജോയ് ഓൾ ദാറ്റ്. എനിക്കിന്ന് ഹെയർ കളർ ചെയ്യേണ്ട ദിവസം. അപ്പോൾ ഇനി പോയി ഫുഡാക്കി കഴിഞ്ഞിട്ട് ഐ ഹാവ് ടു യൂസ്. ഈ പ്രാവശ്യം ഞാൻ ഒരു മാസത്തിൽ കൂടുതൽ ഹെയർ കളറൊന്നും ചെയ്യാതെ ഇങ്ങനെ അഡ്ജസ്റ്റ്. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കളർ ചെയ്യാൻ. എനിക്ക് ആ ഫീൽ ഇഷ്ടമല്ല. ഐ ഡോണ്ട് എൻജോയ് ദറ്റ് ഫീൽ ഓഫ് ഹെയർ കളർ. ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്താലും ഐ നെവർ ഹാവ് എ സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് എന്തോ പോലെയാണ്. റിസൾട്ടൊക്കെ പലതിൻ്റെയും വളരെ നല്ലതാണ്. പക്ഷെ എന്നാലും എനിക്കത് ഇടുന്നത്, പിന്നെ അത് വാഷ് ചെയ്യുന്നത്, ഇതിനുവേണ്ടി പാർലറിൽ പോവാം. പക്ഷെ എനിക്ക് ആ പ്രോസസ്സും ഐ ഡോണ്ട് എൻജോയ് ദാറ്റ് മച്ച്. ബട്ട് സ്റ്റിൽ കുറച്ച് ഗ്രേ കൂടിപ്പോയി. എൻ്റെ ഈ ഗ്രേ കാണുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇഷാനിക്ക് മാത്രം കുറച്ച് വിഷമമാണ്. ഇഷാനി എന്നോട് പറയും, സിന്ധുവിന് വിഷമമാണോ, സിന്ധുവിൻ്റെ തലയിൽ കുറേ നരയെല്ലാം വന്നല്ലോ എന്നിങ്ങനെ പറയും. ഇഷാനി മാത്രം ഇതുപോലത്തെയൊക്കെ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. ലൈക്ക് എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. ഞാൻ നന്നായിരിക്കുന്നു എന്നും അല്ലാത്ത രീതിയിലാണെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറയും. ഇഷാനി കുറച്ച് നല്ല പോലെ എന്നെ ഒന്നും അനലൈസ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇഷാനി. അപ്പോൾ ഇനി ഹെയർ കളർ ഫുഡാക്കിയിട്ട് ഐ വിൽ പുട്ട് ഹെയർ കളർ. അപ്പോൾ നമുക്ക് ഫുഡാക്കുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫ്യൂ ഷോർട്ട്സ് ആൻഡ് റെസിപ്പി നിങ്ങൾക്ക് വേണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കറി കുക്കറിലാക്കിയേ ഒരു എളുപ്പ പണിക്ക്. എന്നുവെച്ചാൽ കുറേ നേരം അതിൻ്റെ കൂടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ആകണമല്ലോ എന്ന് വെച്ചിട്ട് വേഗം കുക്കറിൽ ഒരു ഒറ്റ ഊത്ത് കേൾപ്പിച്ചു. പക്ഷേ സൂപ്പറായിരുന്നു. ലൈക്ക് നന്നായിട്ട് കുക്കായി, പെട്ടെന്ന് കാര്യം കഴിഞ്ഞു, മസാലയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചു. സോ ഐ തോട്ട് ടുഡേ ചിക്കൻ കറി ഞാൻ അങ്ങനെ ഒരു കള്ളപ്പണിയായിട്ടൊരു കുക്കറിൽ വെച്ചിട്ട് അപ്പോൾ ഒറ്റ ഊത്ത് വെച്ചിട്ട് ആക്കാം. അപ്പോൾ ചിക്കൻ കറിയും ഗീ റൈസും പെട്ടെന്നാകുന്ന സാധനമല്ല ഗീ റൈസ്. അപ്പോൾ ചിക്കൻ കറി കുക്കറിലാണെങ്കിൽ നല്ലപോലെ ആവും. കുളമാവും, നമ്മൾ ഒറ്റ ഊത്തി നിർത്തണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിക്കൻ പായസമായിപ്പോവും. അപ്പോൾ കമോൺ, ലെറ്റ്സ് ഗോ. ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തതെല്ലാം അടുപ്പിൽ വെച്ച് തീ അങ്ങോട്ട് കത്തിച്ച സമയത്തേക്ക് സുലുവിൻ്റെ കോൾ വന്നു. ആക്ച്വലി ഇന്നലെ ഞാൻ സുലു അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ സുലു തിരക്കായിരുന്നു, സുലുവിനെ തിരിച്ച് വിളിച്ചപ്പോൾ ഞാൻ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നലെ സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെ സുലു വിളിച്ചിട്ട് പിന്നെ ഞാൻ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരം നീണ്ടു പോയി. അങ്ങനെ ഞാനങ്ങ് കുക്കിംഗ് തുടങ്ങി. എൻ്റെ ഇടയിൽ കൂടെ സുലുവിനോട് സംസാരിച്ചുകൊണ്ട് ഞാൻ കുക്കിംഗ് തുടങ്ങി. അവിടെ ഞാൻ അതിൻ്റെ ആദ്യത്തെ പോർഷൻ ഒന്നും ഇട്ടില്ല, ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ചിക്കൻ്റെ കുറച്ച് വിഷ്വൽസും ഫൈനലി ഗീ റൈസിൻ്റെ കുറച്ച് വിഷ്വൽസും എടുത്ത്. നല്ല രസമാണ് എനിക്ക് സുലുവിൻ്റെ കൂടെയൊക്കെ, സുലുവിൻ്റെ ഹസീനയുടെയും എൻ്റെ അനിയത്തിയുടെയും ഒക്കെ കൂടെ ഒന്ന് കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ ഐ ഫീൽ ലൈക്ക് റെജുവിനേറ്റഡ്, ഐ ഫീൽ ഹാപ്പി. അങ്ങനെ ആക്കി. ഗീ റൈസ് നന്നായിട്ട് വന്നു, ചിക്കനും കുഴപ്പമില്ല, നല്ല പോലെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ പറ്റിക്കാൻ ഇട്ടേക്കാം, അത്ര തന്നെ. പിന്നെ വേറെ എന്താ, ആരോട് ഓടിപ്പോകുന്നു. ഓക്കെ, അമ്മൂസ് ഗോയിങ് ഔട്ട് ഫോർ ലഞ്ച്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഐ വാസ് വാച്ചിങ് എ വീഡിയോ. ഓക്കെ, അതിൽ ഒരു ലേഡി, മറ്റേ ഈ സ്റ്റാൻഡപ്പ് കോമേഡിയൻസ് ഉണ്ടല്ലോ, ഒരു വെരി ബ്യൂട്ടിഫുൾ ലേഡി, ഐ ഫോർഗോട്ട് ഹർ നെയിം. അപ്പോൾ പുള്ളിക്കാരി ഏതോ H&M എന്തോ CEO ആണ്, സംതിങ് വർക്ക് ഫ്രം ഹോം ആണ്. ഷീസ് ടോക്കിംഗ് അബൌട്ട്, എൻ്റെ പുള്ളിക്കാരി പറയാം സ്ത്രീകൾ പണ്ടെല്ലാവരും ഹൗസ് വൈഫ് എന്ന് പറയാം. ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ഹൗസ് ഫ്ലൈ, ഹൗസ് ലിസേർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇതില്ല അത് കേൾക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് മാറ്റി, ഹോം മേക്കർ എന്നാക്കിയപ്പോൾ ലൈക്ക് ഇഡ്ലി മേക്കർ, മറ്റേ റൊട്ടി മേക്കർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മിക്സിയുടെയൊക്കെ ഒരു വില കിട്ടി. ഹൗസ് വൈഫ് നല്ല രസമുണ്ട് കേട്ടോ, അവർ ഹിന്ദി പറഞ്ഞാൽ നല്ല രസമുണ്ട്. പിന്നെ പുള്ളിക്കാരിയിൽ പറഞ്ഞത് അതാകുമ്പോൾ ലൈക്ക് ഹൗസ് വൈഫ് ആകുമ്പോൾ ലൈഫ് ടൈം ഗ്യാരൻറ്റി, ജീവിച്ചിരിക്കുന്നിടത്തോളം എല്ലാ ജോലിയും ചെയ്യും, ഫ്രീ ലോണ്ട്രി, അതിൻ്റെ കൂടെ എല്ലാം ലോണ്ട്രി.
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഈ ഹിന്ദിയിലൊക്കെ പലരും ഇതുപോലെ ഈ കോമഡി പറയുന്ന പോലെ നമുക്ക് നമ്മുടെ മലയാളത്തിൽ അത്രയും പ്രാസങ്ങളൊന്നുമില്ലേ, മാച്ചിങ് വേർഡ്സൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു കോമഡി പോലെ പറയാൻ നമുക്കത്, എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എനിക്കൊന്നും തീരെ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ലേഡിയുടെ ആ ഒരു കുഞ്ഞു വീഡിയോ കണ്ടത്. ആൻഡ് ഐ ലാഫ്ഡ് എ ലോട്ട്. എല്ലാവരും എന്നോട് ചോദിച്ചു വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്താ കാണിക്കാത്തത്. മെയിൻലി കാണിക്കാത്ത ഞാൻ പല ആൾക്കാർക്ക് കൊടുക്കാനല്ലേ വാങ്ങിച്ചത്. അതൊക്കെ എനിക്ക് എടുത്തിട്ടൊന്ന് ഡിസ്പ്ലേ ആക്കി എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ എനിക്കൊരു മടി. ഐ വോണ്ടഡ് ടു ബി ലൈക്ക് പ്രൈവറ്റ്. ഞാൻ പോയി സെലക്ട് ചെയ്തു. ഞാനിങ്ങനെ അവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് അതിനൊക്കെ എടുത്ത് ഇതാണ് അവർക്ക് വാങ്ങി, ഇതാണ് ഇവർക്ക് വാങ്ങി, അതൊന്നും എനിക്ക് പറയാനിടതില്ല. ബട്ട് ഐ ഗോട്ട് ദിസ് ടൈം മൈ ഷോപ്പിംഗ് വാസ് റിയലി ഗുഡ്. നല്ല സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടി. ആൻഡ് ഐ എം വെരി ഹാപ്പി. എനിക്ക് വേറെ ഒരു സാധനം വോണ്ട് ഷോ യു ഓൾ. നമ്മൾ മസ്കറ്റിൽ പോയപ്പോൾ ഐക്കി എന്ന് ഞാൻ കുറേ ഹോം ഐറ്റംസ് വാങ്ങി. ആൻഡ് ഐ റിയലി വോണ്ടഡ് ടു മേക്ക് എ വീഡിയോ ഓൺ ദാറ്റ്. നമ്മളന്ന് മസ്കറ്റിൽ വന്നപ്പോൾ, പക്ഷേ അപ്പോൾ എന്തൊക്കെയോ തിരക്കും ബഹളമായിട്ട് നടന്നില്ല. അതിന് അങ്ങനെ ഹോൾ പാക്കറ്റായിട്ട് ഞാനെടുത്ത് ഇവിടെ വെച്ചേക്കുക. അതിൽ നിന്ന് സാധനങ്ങൾ ഞാൻ മാറ്റി കബേർഡിൽ കൂടി വെച്ചില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓഫീസ് റൂമുണ്ട്, ഇതുപോലെ നമുക്ക് വരുന്ന കൊറിയറും കാര്യങ്ങളും ചപ്പും ചവറും ഒക്കെ വെക്കുന്ന അവിടെ ഒരു കവർ. അപ്പോൾ ഈ അടുത്ത് അങ്ങനെ ഞാനും അമ്മയൊക്കെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഐക്കിയുടെ കവറുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു നല്ല രസമാണല്ലോ അതിലെ സാധനങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഷെയർ ചെയ്തെങ്കിൽ നല്ലതായിരുന്നു. എവറിബഡി വുഡ് ലൈക്ക് ടു സീ ഓൾ ദോസ് അപ്ലയൻസസ് ആൻഡ് ഓൾ ദാറ്റ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നല്ലത്. നമുക്കൊന്ന് എന്തെങ്കിലും സ്നാക്ക് ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ അത് തന്നെ എടുത്ത് നമുക്ക് മഞ്ഞ റംബൂട്ടാനൊരു രക്ഷയില്ല. എന്നോട് ധാരാളം പേര് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി തരുമോ ചോദിച്ചു. നമുക്കങ്ങനെ ഒരുപാട് അതിൽ നിന്ന് മുറിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു 2-3 പേർക്ക് വേണ്ടി കുറച്ച് മുറിച്ച് കൊടുക്കാമെന്നല്ലാതെ നിൽക്കുന്ന ചെടിയിൽ നിന്ന് ഒത്തിരി മുറിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഓൾ ഓവർ കേരള ധാരാളം സ്ഥലത്ത് അവൈലബിളാണ്. ഐ എം ഷുവർ നഴ്സറീസിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ വീടിനടുത്തൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ വന്നാൽ മേ ബി ഒരു 3-4 പേർക്കൊക്കെ നിൽക്കും. പക്ഷേ മോർ ദാൻ ദാറ്റ് നമുക്കും അതിലിങ്ങനെ മുട്ടൊക്കെ വന്ന് നിൽക്കുന്നതാകുമ്പോൾ നമുക്ക് അതൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇപ്പോഴാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ. അപ്പോൾ ഇപ്പോൾ അതെല്ലാം ഇങ്ങനെ മുട്ട വരാൻ റെഡിയായിട്ട് അവിടെ ഇവിടെ നിൽക്കുക. അപ്പം ഈ സീസണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെറുതെ ആരുടെയെങ്കിലുമൊക്കെ ടെറസിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയാൽ മതി. യു ക്യാൻ ഗെറ്റ് ടു സീ ഡ്രാഗൺ ഫ്രൂട്ട്. കാരണം ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പോൾ ഐ എം ഗെറ്റിംഗ് ടു സീ ഡ്രാഗൺ ഫ്രൂട്ട് ഇൻ സോ മെനി ഹൗസസ്. ഒത്തിരി വീടുകളിലുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും ധാരാളം നിൽക്കുന്നത് കണ്ടാൽ അവിടെ പോയി ചോദിച്ചാൽ ഒരു 2-3 പീസൊക്കെ വിൽ ബി ഓക്കെ, ആൾക്കാർക്ക് കട്ട് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. ഹോപ്പ്ഫുള്ളി കുറച്ച് കാലം കൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ എല്ലാ വീടുകളിലും ഇപ്പോൾ നമുക്ക് വാഴയൊക്കെ മിക്ക വീടുകളിലൊക്കെ ഉള്ള പോലെ വാഴ, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ മിക്ക വീട്ടിലും ഉണ്ടാവുമല്ലോ. അതൊക്കെ പോലെ സൂൺ മേ ബി ഡ്രാഗൺ ഫ്രൂട്ട് വിൽ ബി അവൈലബിൾ. അത് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഹോൾ പ്രോസസ്സ് സോ സാറ്റിസ്ഫൈങ് ആണ്. അതിൻ്റെ വളരുന്നതും അത് പൂക്കുന്നതും അത് കായാകുന്നതും അത് റൈപ്പാകുന്നതും. ഇതിൻ്റെ പ്രത്യേകത ഈ ഫ്രൂട്ട് പൊതുവേ കാക്കയൊന്നും അങ്ങനെ കൊത്തത്തില്ല, ബിക്കോസ് ആ ചെടിയിൽ അത്രയും മുള്ളാണ്. പക്ഷേ ചില ഫ്രൂട്ട്സ് നല്ല റൈപ്പായിട്ട് താനെ ഒന്ന് ടപ്പെന്നൊന്ന് ഉള്ളു പൊട്ടും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ പൊട്ടുന്നത് കണ്ട് അപ്പം തന്നെ ഷുഡ് പ്ലക്ക് ഇറ്റ് ഓഫ്. ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രൂട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിന്നതുകൊണ്ട് അത് പൊട്ടിയെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഈ സൈഡാണ് കാണുന്നത്, അങ്ങോട്ട് തിരിഞ്ഞാൽ നിന്നത്. അപ്പോൾ ഒരു പക്ഷേ പൊട്ടി 2 ദിവസം നിന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് ഞാൻ പോയി അത് പറിച്ചെടുത്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു പോർഷനിൽ പുഴു വന്നു. നാച്ചുറലി ഓപ്പൺ ആയിട്ടിരുന്നതുകൊണ്ടായിരിക്കാം. സോ ഈ ഓപ്പൺ ആകാൻ ചാൻസ് ഉള്ള ഫ്രൂട്ട് പെട്ടെന്ന് അങ്ങ് പറിക്കുക. എനിക്ക് പക്ഷേ നമുക്കിവിടെ നമ്മുടെ നടയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കത് അതിൽ തന്നെ നിർത്തി അതിൽ തന്നെ നല്ല റൈപ്പായിട്ട് അന്നന്നത്തേക്ക് ഓരോന്നോരോന്ന് കട്ട് ചെയ്തെടുക്കാനാണ് എനിക്കിഷ്ടം. അമ്മ പുറത്ത് പോയി. അമ്മ ലഞ്ചിന് പോയി. അമ്മുവിൻ്റെ ട്രെയിനറുണ്ട് വിനീത്. ഹീസ് ഗോയിങ് ടു കാനഡ. അതുകൊണ്ട് അമ്മ ഒരു ലഞ്ചിന് പോയി. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഐക്യ എന്ന് വാങ്ങിച്ച ഐക്യയുടെ അതേ കവർ ഇത് ഞാനൊക്കെ കാണിച്ചു തരാവേ. കുറച്ച് സാധനങ്ങൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര അടിപൊളി സാധനങ്ങൾ. ഐ ജസ്റ്റ് ഷെയർ ദം വിത്ത് യു ഓൾ. ഇതെന്താ ഓസി ഗസി? ഇതെന്താ? ഇങ്ങനെ പൊട്ടാറ്റോ ഒക്കെ സ്മാഷ് ചെയ്യാനുള്ളൊരു സാധനം. പിന്നെ ഇതൊരു സെറ്റായിരുന്നു. ഇങ്ങനത്തെ കുറേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നതാണേ. ഇത് നമുക്ക് മറ്റേ
ബട്ടറൊക്കെ തേക്കാവുന്ന സ്പൂണ്, ഇങ്ങനെ ഒരു സ്പൂൺ, ഇങ്ങനെ ഇതിങ്ങനെ എടുക്കാനുള്ള സാധനം. ഇത് വളരെ വില കുറവായിരുന്നു. ഇതൊരു സാധനം. ഇതെന്തോ ആയിരുന്നു? എൻ്റെ കണ്ണാടി കണ്ടില്ല, വായിക്കാനും പറ്റുന്നില്ല. എന്തോ എഴുതിയിരിക്കണോ സി? ആപ്പിൾ കട്ടറാണോ? വെജിറ്റബിൾ കട്ടറാ? ആ, ചില ഐറ്റംസ് ഒക്കെ എന്തെന്നും അറിയാതെ. അപ്പം സിമി ഒരെണ്ണം എടുത്തു എന്ന് വെച്ചാൽ എനിക്കും കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും. ഞാനും സിമി എടുക്കണമെങ്കിൽ എൻ്റെ അമ്മ എനിക്കും വേണം. അമ്മയെ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. ഇതിന് എന്താണ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ദെൻ അയ്യോ, ഒരു കിടിലൻ കത്തി, അടിപൊളി കത്തി. ഈ കത്തിയുടെ ഈ പോർഷൻ മറ്റേ സോഫ്റ്റാണ്, മറ്റേ സ്റ്റീലല്ല, മറ്റേ സോഫ്റ്റ് സാധനമാണ്. നല്ല കത്തി. ഇതൊന്നും ഉപയോഗിച്ചില്ല, എല്ലാം ഇരിക്കുക. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് എന്തിനാണ്? പൊടി. ഇതൊക്കെ വാങ്ങിച്ചത് എൻ്റെ കുക്കിംഗ് വീഡിയോയിൽ യൂസ് ചെയ്യാനാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത്. പക്ഷെ നമ്മൾ കുക്കിംഗ് വീഡിയോയെ ചെയ്യാത്തത് കൊണ്ട് ഇതെല്ലാം ഇവിടെ ഇരിക്കുക. ഇതെന്താ? അയ്യേ, ഇത് വേറെ എന്തോ. ആരോ എൻ്റെ കവറിനകത്ത് എന്തൊക്കെയോ ആക്രി എല്ലാം കൊണ്ടിട്ടേക്കും. ഇതൊരു അടിപൊളി കിച്ചൺ സിസേഴ്സ്. ഇതെന്താ? ഈ കവറിനകത്ത് വഴിയെ പോണ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ ഉണ്ടാ. ഇത് കണ്ട നീ തോന്നുന്നു ഹൊറർ സിനിമയിൽ പോലെ സംസാരിക്കുന്ന. ദിസ് ഇസ് എ ഹാമർ. ഇത് നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് സ്മാഷ് ചെയ്യാം. ഈ കണ്ടിട്ടില്ലേ, വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ആക്കണം. ഞാൻ അതിനു വേണ്ടി വാങ്ങിച്ചത്. അത് നമുക്ക് ഫ്ലാറ്റ് ആക്കാൻ. എനിക്ക് വേണ്ടി ബീഫൊക്കെ അങ്ങനെ ആക്കാം. അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല. അതെ, പുതുപുത്തനായിട്ട് പാക്കറ്റിൽ തന്നെ ഇരിക്കുകയാണ്. കൊള്ളാം. പിന്നെ ഇതിങ്ങനെ നമുക്ക് ഇതിലേ വെക്കാം. അതുകൊണ്ട് ഇതെല്ലാം എല്ലാം ഒരു ഇന്ത്യൻ. ഓ, എല്ലാം അവരുടെ ഫ്ലാഗിലും ഈ കളറൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു ഇൻഡിപെൻഡൻസ് ഡേ ആകാറായതുകൊണ്ട് കൊള്ളാം അല്ലേ? ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു മൂഡ്. ഇത് ഇങ്ങനെ ആക്കുന്ന സാധനം. ഇത് മെഷറിങ്ങിൻ്റെ കപ്സാണ്. ആക്ച്വലി എൻ്റെ ഒരു സെറ്റ് ഇവിടെ ഉണ്ട്, ഹസീന തന്നത്. എവിടെയെന്ന് എനിക്കറിയാമോ, എവിടെ മിസ്പ്ലേസ് ചെയ്യുക. അപ്പം ഞാനിത് കണ്ടപ്പോൾ അവിടെ അപ്പച്ചി കിടന്ന് ഇഷാനി ഫുഡ് കഴിക്കാൻ വിളിക്കാം. ഞാൻ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചു. ഉപയോഗിച്ച് തുടങ്ങിയില്ല. ഈ ഒരു ഐറ്റം ഇതെൻ്റെ പണ്ടേ ഉണ്ട്, പക്ഷേ വീണ്ടും വാങ്ങിച്ചതാണ്. ഈ ഒരു ഐറ്റം നമുക്ക് റബ്ബർ ബാൻഡിന് വേറെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് കേട്ടോ. ഒരുവിധപ്പെട്ട നല്ല കടകളിലൊക്കെ ഞാൻ കാണാറുണ്ട്. എന്നാലും ഇത് എവിടെയെങ്കിലും ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ എപ്പോഴും എടുക്കും. ഒരു എക്സ്ട്രാ ഒരിത്. പിന്നെ ഒരിത് ഫണൽ കണ്ടപ്പോൾ വാങ്ങിച്ചു. ഫാൻസിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ 2 സ്പൂൺ ആൻഡ് ഫോക്കിൻ്റെ സെറ്റ് വാങ്ങി. എനിക്ക് ഏതെങ്കിലും നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഈ സ്റ്റീൽ ഐറ്റംസ്, ഈ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടം. അതാകുമ്പോൾ നമ്മളൊരു ഒരുപാട് വർഷം കഴിഞ്ഞാലും നമ്മളത് വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് ആ പോയ സ്ഥലം അതൊക്കെ മെമ്മറബിളായിട്ട് ഓർമ്മ വരും. എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ പോയപ്പോൾ മാത്രം എനിക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഹോം അപ്ലയൻസസ് കിട്ടുന്ന കടയിലൊന്നും. ഓസിയാറിൻ്റെ വീഡിയോ എടുക്കണം. എൻ്റെ തലയുണ്ടോ ഓസി? തലയുണ്ടല്ലേ? ഓക്കെ. ഓസി പെട്ടെന്ന് നോക്കിയപ്പോൾ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ എൻ്റെ തലയുണ്ടോന്ന്. അപ്പം ഇത് പിന്നെ ഓക്കെ. ഓസി ഇതെന്താന്ന് ഗസ് ചെയ്യാവോ? ഇത് നാരങ്ങ പിഴിയുന്നതാ? അല്ല. ഒരു ചാൻസും കൂടെ തരാം. ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കാം. എന്തായിരിക്കും? ഏത് ഫ്രൂട്ട് ഇതിനകത്ത് വെച്ച് പിഴിയാൻ? കറക്റ്റ്. വെളുത്തുള്ളി വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ കണ്ണാടി വെക്കാത്തതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. എഴുതിയിട്ടുണ്ടോ? വെളുത്തുള്ളി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. നമുക്ക് ഇടിച്ചു എടുക്കാം. പക്ഷെ എന്നാലും വളരെ രസകരമായിട്ട് ഇത് ചെയ്യാം. ഇതിലേക്കൂടെ ഇങ്ങനെ വരും. നാരങ്ങ പിഴിയുന്നതിൻ്റെ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് കുഞ്ഞു ഇത്. പിന്നെ ഐസ്ക്രീം കോരുന്ന ഒരു സ്പൂൺ സ്കൂപ്പർ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഈ ഐറ്റംസ് ഒക്കെ ഇല്ലേ ഓസി? ഞാൻ എടുക്കുന്ന പോലെ സിനി എടുക്കുന്ന പോലെ ഞാനും എടുത്ത്. അപ്പോൾ ഇതുപോലത്തെ മൂന്നാമതൊരു കവറായിട്ട് അമ്മൂമ്മ ബാക്കിലുണ്ടായിരുന്നത്. എനിക്കും വേണം. ഇത് അമ്മൂമ്മയും വാങ്ങിച്ചു കാണും. സോ അത്രയേ ഉള്ളൂ. ഞാൻ മസ്കറ്റിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതൊരു ബാഗാണ്. ഇപ്പോൾ ഇത് നമുക്ക് ബാഗ് പേഴ്സ് ഇട്ടുണ്ടോ? ഇനി വലിയൊരു ബാഗാക്കാം. ഇത് ഇത്രയാണ് ഐക്യ എന്ന് വാങ്ങിച്ച സാധനങ്ങൾ. ഐ ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ്. ഇനി അപ്പോൾ ഞാൻ നോക്കിയതാ, ഇന്ന് ഓസിക്ക് കൊണ്ടുപോകാനായിട്ട് ഇന്നലെ വൈകിട്ട് കൊറിയർ വന്നതാണ് ഓസിയുടെ ജ്വല്ലറി.
അതിൻ്റെ ഇന്നലെ ഓസി ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു മാല ഇഷ്ടപ്പെട്ടു. അത് ഷെയർ ചെയ്തിട്ടോ. ടണ്ടടാ, ഞാൻ തുറക്കട്ടെ ഓസി. ഓസിക്ക് ഓണം പ്രമാണിച്ച് ഓസിയുടെ ഓസി അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ മാല. കൊള്ളാവോ? നല്ല പാറ്റേൺ ഓസി, വെരി പ്രിറ്റി. ഇത് എന്ത് വിലക്കാണ് വിൽക്കുന്നത് നീ? ഒരുപാട് നല്ല സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഓസിക്ക് ഈ ഓണം പ്രമാണിച്ച് ഒത്തിരി നല്ല കളക്ഷൻ ആയിരുന്നു ഓസിയുടെ. ഓസി നല്ല വീഡിയോസ് വല്ലതും ചെയ്തോ? ഐ ഡോണ്ട് ഈവൻ നോ. ഇട്ടായിരുന്നു. അപ്പോൾ ഓസിക്ക് പ്രോപ്പർ ഓഫീസ് സ്പേസ് ഉള്ളതുകൊണ്ട് ഈ സാധനങ്ങൾക്ക് ഇതുപോലെ ബോക്സിൽ വരും. അപ്പം തന്നെ ഓസി എടുത്തുകൊണ്ട് പോകും. ഫുൾ ഈ അമേരിക്കൻ ഡയമണ്ട് ഐറ്റംസ് ഒത്തിരി ഉണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നതാണ്. അത് ഈ സെയിം പാറ്റേൺ എമറൽഡിലും റൂബിയിലും. ഇന്നലെ ഓസി നോക്കുന്ന കൂട്ടത്തില് ഒരു ഡബിൾ ലെയർ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു അത് അവിടെ അടിയിലോട്ടുണ്ട്. അത് കൊള്ളാം കേട്ടോ. ആൻഡ് നീ ഓസിയുടെ ഇതില്ലേ, നീ കാശിമാലയ്ക്ക് കാശിമാല എന്ന് മനഃപൂർവ്വം എഴുതുന്നതാണോ? കാശിമാല എന്ന് മലയാളത്തിൽ പറയുന്നതല്ല, നമുക്ക് കാശിമാല. കാശി എന്ന് നീ എഴുതുന്നത്, കാശി അല്ല. ഇറ്റ് ഇസ് കാശു. ഓ, ഞാൻ വിചാരിച്ചു പുതിയ ഏതെങ്കിലും. അല്ലല്ല, പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നത് മാല എന്നാണ് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇട്ടതേ ഉള്ളൂ. ഞാൻ പണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ കാശിമാല എന്നായിരുന്നു ടൈപ്പ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയക്കുന്നതൊക്കെ കാശിമാല ഉണ്ടോ എന്ന് ചോദിച്ചതായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് കാശി. ഇന്നലെ വന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഞാൻ തുറന്ന് കാണിക്കാം. ഇത് എൻ്റെ കഴുത്തിയിട്ട ഒരു കാശിന് കൊള്ളില്ല. ഇന്നലെ ഓസിയുടെ കഴുത്തിയിട്ടപ്പോൾ അടിപൊളി ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കാണിക്കാം, തുറക്കാം. മൾട്ടി കളർ ഉണ്ട്. മൾട്ടി കളറിൽ ഞാൻ കണ്ടില്ല. അടിയിൽ ഉണ്ട്. എൻ്റെ കഴുത്തിലിട്ട ഭംഗിയില്ല. നല്ല മെലിഞ്ഞ പിള്ളേരുടെ കഴുത്തിലിട്ടാലേ ഇതൊക്കെ കൊള്ളാവും. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ലെയർ ചോക്കർ പോലെ ഇരിക്കണം, സെക്കൻഡ് ലെയർ കുറച്ചുകൂടെ കയറ്റണോ? അമ്മക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ കേട്ടണ്ട. അതിങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഒരു ലെയർ ചോക്കർ പോലെ, അടുത്ത ലെയർ ഇങ്ങനെ ചെയ്യും. ആറ്റ്സ് വെരി പ്രിറ്റി വൺ. റെഡ് ഉണ്ട്, മൾട്ടി കളർ ഉണ്ടെന്ന് പറയുന്നു അണ്ടർഗ്രൗണ്ടിൽ. എവിടെ മൾട്ടി കളർ അങ്ങ് അകത്ത് എവിടെയാണ്? കണ്ട് അത് ഇതാ മൾട്ടി കളർ റെഡ്. കൊള്ളാം ഓസി. ഇതിലൊരു പീസ് നമ്മുടെ വീട്ടിൽ വെച്ചേക്ക്. കൊള്ളാം. ഞാൻ നല്ല ഭംഗിയുള്ളതൊക്കെ വരുമ്പോഴത്തേക്ക് ഓസിയോട് രണ്ടെണ്ണം. കാരണം ഇത് ഓസി കൊണ്ടുപോയി പേജിൽ ഫോട്ടോസ് ഇട്ട് അതങ്ങ് വിറ്റ് തീർന്ന പിന്നെ ഇത് വാങ്ങുന്നുണ്ടാവില്ല. കൊള്ളാവോ? ഇറ്റ് ലുക്സ് നൈസ്. ഇറ്റ്സ് വെരി പ്രിറ്റി. ഇതിൻ്റെ ഇവിടെ വെച്ചേക്കോരോന്ന്. എനിക്കിഷ്ടപ്പെട്ടു. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സംഭവങ്ങൾ. ഇന്ന് ഞാൻ ആക്കിയ തട്ടിക്കൂട്ട് ചിക്കൻ കറി അമ്മുവിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അമ്മു ലഞ്ച് കഴിക്കാൻ വെളിയിൽ പോയതുകൊണ്ട് അമ്മുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റായ ദോശ എൻ്റെ ചിക്കൻ കറിയുടെ കൂട്ടത്തിലാണ് കഴിച്ചത്. അപ്പോൾ ഇഷാനി ഇന്ന് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ അവളും കഴിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ചിക്കൻ കറി ആക്കിയാൽ അല്ലല്ല, ഇഷാനി ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു. ദേവനിധിയൊക്കെ നാളെ പോവോ സംതിങ്. സോ അതാണ് നമ്മുടെ ഓസിങ്ങ എടുത്തത്. ഇച്ചിരി ഓടായിപ്പോയി. മേലോട്ട് മാറ്റി. സോ ഇത് ഫുൾ നോക്കിയേ. ഇതാണ് ഓസിയുടെ ജ്വല്ലറി കളക്ഷൻ. ഇങ്ങനെയാണ് ജ്വല്ലറി വരുന്നത്. അതിനെ ഓസി കൊണ്ടുപോയി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ടപ്പടപ്പടപ്പയ്ന്ന് വിറ്റു. സോ എങ്ങനെ പോകണം ഓസിയുടെ ബിസിനസ്? ഓണമായതുകൊണ്ട് അടിപൊളിയായിട്ട്. ഇതെല്ലാം ഇതാണ് അതിൻ്റെ മറ്റേ അതല്ല ഓസി ഫിക്സ് ചെയ്യോ? അല്ല, അത് ഓരോരുത്തർക്കും ഓരോ കസ്റ്റമർ എക്സ്റ്റൻഷൻ ഇല്ലാത്ത ഓർഡർ ചെയ്യുമ്പോൾ അവർക്ക് ഇത് ഒരെണ്ണം വെച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് തന്നെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓ, അങ്ങനെ ഒരു ത്രെഡ് വെച്ച് കൊടുക്കും. ഓക്കെ. സോ അതാണ്. ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് എന്താണെന്ന് നോക്കാം. ഇഷാനി കഴിച്ചുകൊണ്ടിരിക്കുന്നു. കം, ഐ ഹോപ്പ് യു ലൈക്ക് മൈ ഐക്കിയയുടെ ഐറ്റംസ്, ഓസിയുടെ ജ്വല്ലറിയൊക്കെ കാണിച്ചത്. ഓക്കെ. Bye, baby.
ബൈ. ഓസിട്ടേക്കണ പുതിയ കമ്മൽ ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചെന്നൈന്ന് വാങ്ങിച്ചാൽ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആൾക്കാരൊക്കെ 150 രൂപ. അല്ലല്ല, ഡയമണ്ടാ. ഓക്കെ ബൈ. എന്താ ഇത്? ഓണൊക്കെ വാങ്ങടാ, അച്ചാർ വാങ്ങിച്ചു കിട്ടും. ഓക്കേടാ ബൈ. ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ ഇറങ്ങുക. ഓസിയുടെ ഫോൺ എടുക്കാൻ മറന്നുപോയി, അതിന് വേണ്ടി വന്നു. ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോൾ ഓസി വന്നു. ഓസിയുടെ മൊബൈൽ എടുക്കാൻ വിട്ടുപോയി. ഓസിക്ക് ഒത്തിരി ജ്വല്ലറി ഫോട്ടോസ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ജ്വല്ലറി ഒക്കെ ഇട്ട് പോയത്. അപ്പോൾ കുറച്ച് മുമ്പ് ഞങ്ങൾ റെഡിയാക്കണമെന്നപ്പോൾ ഈ ഹൻസ് ചിരിച്ചുകൊണ്ട് പറയാം, ഓസിയുടെ ഫോൺ ദാ ഇവിടെ ഇരിക്കുന്നത്. അപ്പോഴേ എനിക്കറിയാം ഓസി ഇപ്പോൾ എത്തുന്നു ഫോൺ എടുക്കാൻ. പിന്നെ ഓസി വന്നു. നമുക്ക് ഡ്രൈവറില്ല, ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തു വിട്ടേനെ. ഞങ്ങളിങ്ങനെ സിനിമയ്ക്ക് പോകാൻ ഇറങ്ങി. ആസ് യൂഷ്വൽ എപ്പോഴും നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിരിക്കും. ഹൻസു ആണ് എപ്പോഴും ലേറ്റ് ആവുന്ന ആള്. Hey, okay. Bye. Hansu, how's college? Fine. Huh? Fine. I'm also fine. You're also fine. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ. I was taking a vlog today and you'll be there in my vlog. Today I was taking a vlog. അപ്പോൾ അച്ഛനെ പറഞ്ഞിരുന്നു ഓണത്തിന് ഇപ്പോൾ ഗെറ്റിംഗ് റെഡി ഫോർ ഓണം ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. വി സോ വാട്ട് എ സർപ്രൈസ്, മൈ ഗോഡ്, റിയലി I feel so happy. അമ്മയുടെ വ്ലോഗ് കണ്ടിട്ടാണ് അവരിവിടെ വന്നത്. എന്റെ വ്ലോഗ് I feel so happy. I was telling him that. You said you came here after seeing my vlog. Oh my God. അരുൺ കേൾക്കുന്നുണ്ടോ? അപ്പോൾ this year also we'll just come for Onam shoots and we'll just come to take it. My mother watches, so all of us keep watching. They have really good stuff and nice stuff. Yeah, very nice and nice meeting you. Yeah, thank you. എപ്പോഴെങ്കിലും വെച്ച് കാണാം. ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഹൻസുവിന് കുറച്ച് ബുക്സ് വാങ്ങണം പറഞ്ഞു. അങ്ങനെ സ്റ്റൈൽ പ്ലസിൽ കയറി. ഹൻസ് ബുക്സ് വാങ്ങിക്കുന്ന സമയം ഞാൻ സെക്കൻഡ് ഫ്ലോറിലൊന്ന് പോകണം. കുറച്ച് സാധനം വാങ്ങിക്കാണ്ട് അവിടെ നിന്ന്. സ്റ്റൈൽ പ്ലസിൽ നിന്ന് ഇറങ്ങി. ഹൻസുവിന് പെട്ടെന്ന് കേക്ക് കഴിക്കാനൊരു കൊതിയാന്ന് പറഞ്ഞു, പേസ്ട്രി പോലത്തെ. അപ്പോൾ അമ്മ എവിടുന്നോ ഒരെണ്ണം ഒപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. ഞാൻ ആക്ച്വലി നേരത്തെ എൻ്റെ ഈ വീഡിയോ എപ്പോഴും ഞാൻ നിർത്തിയതായിരുന്നു. പിന്നെയാണ് ആ ജ്വല്ലറി ഷോപ്പിൽ പോയ പരിപാടി പിന്നെ വന്നതാണ്. അപ്പോഴാണ് കുറച്ചുകൂടെ ഫ്യൂ വിഷ്വൽസും കൂടെ എടുത്തത്. അപ്പോൾ ഞാൻ കാറെത്തി. ഹൻസു എടുത്തോ? ഹൻസു അമ്മ കാർ എവിടെ ഇട്ടെന്ന് നോക്കൂ. ഇന്നത്തെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. സോ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലാത്ത എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അതുവരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ, ബൈ. ഹെയർ കളറൊക്കെ ചെയ്തതെല്ലാം കറക്റ്റായെന്ന് പോലും ഞാൻ നോക്കിയില്ല കേട്ടോ. കാരണം അത് കഴിഞ്ഞൊരു കുളി കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി ഓടിയത്. നോക്കിയില്ല, നോക്കണം. കണ്ണാടി ഇല്ലാതെ പലപ്പോഴും നോക്കിയാൽ എനിക്ക് കാണാൻ പോലും പറ്റില്ല. കണ്ണാടി വെച്ചിട്ട് നോക്കണം എവിടെയെങ്കിലും ഇനി ഏതെങ്കിലും ഇരിക്കുവാണ്. ഞാനും അമ്മ കൂടെ നാളെ കൊച്ചിയിലൊരു പരിപാടിക്ക് പോവാം. സോ അത്ര തന്നെ, ബൈ. ഇനി കൊച്ചി പോയിട്ട് കൊച്ചിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാം. ഗലേ മെ കിച്ച് കിച്ച്. ബൈ, ഗുഡ് നൈറ്റ്.